പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് WWE അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യനായ കോഡി റോഡ്സിൻ്റെ ഇഞ്ചുറി അപ്ഡേറ്റ് ആണ്. ഇന്നലെ കഴിഞ്ഞ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന സ്പെഷ്യൽ TV എപ്പിസോഡിൽ കെവിൻ ഓവൻസ് ഷോ അവസാനിച്ചതിന് ശേഷം പൈൽ ഡ്രൈവർ എന്ന മൂവ് ഉപയോഗിച്ചുകൊണ്ട് കോഡി റോഡ്സിനെ ആക്രമിച്ചതും പിന്നീട് കോഡി റോഡ്സിനെ സ്ട്രക്ചറിൽ കിടത്തി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതിനെ സംബന്ധിച്ചുള്ള ഒരു ഇഞ്ചുറി അപ്ഡേറ്റ് ഇപ്പോൾ WWE പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അവർ പങ്കുവെക്കുന്നത് അനുസരിച്ചാണെങ്കിൽ കോഡി റോഡ്സിൻ്റെ കഴുത്തിന് അതുപോലെ തന്നെ നട്ടെല്ലിന് വലിയ രീതിയിലുള്ള പരിക്കുകൾ പറ്റിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പോസിറ്റീവായിട്ടുള്ള യാതൊരുവിധ അപ്ഡേറ്റും കോഡിയുടെ ഇഞ്ചുറിയെ സംബന്ധിച്ച് പങ്കുവെക്കാനില്ല എന്നുള്ളതും WWE പറയുന്നുണ്ട്. സ്റ്റോറി ലൈൻ പ്രകാരമുള്ള കാര്യങ്ങൾ മാത്രമാണ്, റിയൽ അല്ല, എല്ലാം KF5 പ്രകാരമുള്ളത് മാത്രമാണ്. അപ്പോൾ കോഡിയുടെ തിരിച്ചുവരവ് എന്ന് നടക്കും എന്നുള്ളത് യാതൊരുവിധ ഒരു അപ്ഡേറ്റിലൂടെയും അവർ അറിയിക്കുന്നില്ല. ചാമ്പ്യൻഷിപ്പിൻ്റെ ഭാവി എന്താണ് എന്നുള്ളതും അവർ പറയുന്നില്ല. കോഡി ടൈറ്റിൽ വെക്കേറ്റ് ചെയ്യുമോ, പുതിയ ചാമ്പ്യൻ വരുമോ എന്നുള്ളതിൻ്റെ ഒരു അപ്ഡേറ്റും നൽകുന്നില്ല. എന്തായാലും ഇഞ്ചുറി കുറച്ച് സീരിയസ് ആണെന്നാണ് നിലവിൽ WWE നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്ന അപ്ഡേറ്റിലൂടെ പങ്കുവെക്കുന്നത്. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ള അപ്ഡേറ്റ് നെറ്റ്ഫ്ലിക്സിലേക്ക് കൂടി മാറുമ്പോൾ പ്രീമിയർ ചെയ്യപ്പെടുന്ന ആദ്യ എപ്പിസോഡിൽ റോമൻ റീൻസ് വേഴ്സസ് സോളോ സിക്കോവ തമ്മിലുള്ള മത്സരം നടക്കുമെന്നുള്ളത് റോമൻ റീൻസ് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ട്രൈബൽ ചീഫ് വേഴ്സസ് ട്രൈബൽ ചീഫ് തമ്മിലുള്ള മത്സരം ഉലാഫാലയ്ക്ക് വേണ്ടിയിട്ടാണ് നടക്കാൻ പോകുന്നത്. ട്രൈബൽ കോമ്പാക്റ്റ് റൂൾസ് അഥവാ നോ ഡിസ്ക്വാളിഫിക്കേഷൻ മത്സരമാണെന്നുള്ളതും റോമൻ റീൻസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മത്സരത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്ന ഒരു പ്രഡിക്ഷൻ. റോമൻ റീൻസ് സോളോ സിക്കോവയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആ ഉലാഫാല കൈവശപ്പെടുത്തുന്നതായിരിക്കും മത്സരത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുക. സോളോ സിക്കോവയുടെ നേതൃത്വത്തിലുള്ള ആ ബ്ലഡ് ലൈൻ ഫാക്ഷൻ്റെ ഇൻ്റർഫിയറൻസ് മത്സരത്തിൽ ഉണ്ടാകും. റോമൻ റീൻസിനെ സഹായിക്കാൻ വേണ്ടി ജെ ഊസോ, സാമി സെയിൻ തുടങ്ങിയവരുടെ ഇൻ്റർഫിയറൻസും മത്സരത്തിൽ ഉണ്ടാകും. മത്സരത്തിൽ റോമൻ റീൻസ് വിജയിച്ചതിന് ശേഷം റോമൻ റീൻസിനെ ഡ്രൂ മാക്കിൻ്റെയർ ആക്രമിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചേക്കാം. അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന TV സ്പെഷ്യൽ എപ്പിസോഡിൽ ആദ്യ മത്സരത്തിൽ സാമി സെയിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഡ്രൂ മാക്കിൻ്റെയർ ബാക്ക് സ്റ്റേജിലേക്ക് പോകുമ്പോൾ അദ്ദേഹം ഒരു വീഡിയോയിൽ പറഞ്ഞത്, ഒരാളെ ഞാൻ അവസാനിപ്പിച്ചു, ഇനിയും ആളുകൾ ബാക്കിയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ബ്ലഡ് ലൈനെതിരെയുള്ള സ്റ്റോറി ഡ്രൂ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡ്രൂ ഈ സ്റ്റോറി മുന്നോട്ട് പോകുമ്പോൾ ഡ്രൂവിൻ്റെ ഏറ്റവും വലിയൊരു ലക്ഷ്യം റോമൻ റീൻസ് തന്നെയായിരിക്കും. റോമൻ റീൻസിനെതിരെയുള്ള പ്രതികാരം തന്നെയാണ് ഡ്രൂവിൻ്റെ വലിയ ലക്ഷ്യം. കൂട്ടത്തിൽ CM Punkനെതിരെയുള്ള ഒരു പ്രതികാരം ഡ്രൂ മുൻകൂട്ടി കാണുന്നുണ്ടാകും. അപ്പോൾ റോമനെതിരെയുള്ള പ്രതികാരം ചെയ്യാൻ റോമന് നേരെ വലിയൊരു അറ്റൻഷൻ ആവശ്യമുണ്ട്. ആ അറ്റൻഷൻ കിട്ടാൻ ഡ്രൂവിന് ഏറ്റവും വലിയൊരു അവസരം ഈ നെറ്റ്ഫ്ലിക്സിലേക്ക് പ്രീമിയർ ചെയ്യപ്പെടുന്ന ആദ്യ എപ്പിസോഡിൽ റോമൻ റീൻസിനെ ആക്രമിക്കുക എന്നുള്ളതാണ്. മത്സരത്തിനിടയിൽ റോമനെ ആക്രമിച്ചിട്ട് കാര്യമില്ല, നോ DQ മത്സരമാണ്. അതിനേക്കാൾ നല്ലത് മത്സരം കഴിഞ്ഞതിന് ശേഷം ഷീൽഡിൻ്റെതായി നിൽക്കുന്ന റോമൻ റീൻസിനെ ആക്രമിച്ചുകൊണ്ട് റോമനേക്കാൾ ടോപ്പ് ലെവൽ റെസ്ലറാണ് താൻ, റോമനേക്കാൾ വലിയവനാണ് താൻ എന്നുള്ളത് ഡ്രൂവിന് ഒരു പ്രസ്താവന ഇറക്കിയ പോലെയുള്ള ഒരു ആക്രമണം നടത്താൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സാധ്യതയാണ് ഞാൻ ആ മത്സരത്തിൻ്റെ ഒരു പ്രഡിക്ഷനായി പങ്കുവെക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.